പെരിയാറിനും മൂവാറ്റുപുഴയാറിനും ഇടയിലുള്ള പ്രദേശമായ പെരുമ്പാവൂർ മരവ്യവസായത്തിനും ചെറുകിട വ്യവസായങ്ങൾക്കും പേരുകേട്ട നഗരമാണ്. വികസനത്തിന്റെ നാളുകളിലൂടെ ഈ മണ്ഡലം കടന്നുപോകുമ്പോൾ പെരുമ്പാവൂരിന്റെ വികസന വിശേഷങ്ങളുമായി നവകേരളം നവമുന്നേറ്റം. വികസനത്തിന്റെ ഓരോ പടവുകളും താണ്ടി പെരുമ്പാവൂർ പുതിയ മുന്നേറ്റം തുടരുകയാണ്. പെരുമ്പാവൂർ നഗരസഭയും അസമന്നൂർ, കൂവപ്പള്ളി, മുടക്കുഴ, ഒക്കൽ, രായമംഗലം, വെങ്ങോള, വേങ്ങൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന മണ്ഡലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിലെ വികസന വഴിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ബൈപ്പാസ് പദ്ധതി. 1/4 നൂറ്റാണ്ട് മുമ്പ് ഉയർന്നു വന്ന ബൈപ്പാസ് എന്ന ആശയം പ്രാവർത്തികമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് സ്ഥലം MLA എൽദോസ് കുന്നപ്പള്ളി. 131 കോടി രൂപ ചെലവഴിച്ച് 4 കിലോമീറ്റർ ദൂരം വരുന്ന ബൈപ്പാസിന്റെ ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ ഒട്ടേറെ നൂതന പദ്ധതികൾ കിഫ്ബിയിലൂടെ ആവിഷ്കരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പാവൂർ ബൈപ്പാസ്. 25 വർഷമായി പെരുമ്പാവൂർ ബൈപ്പാസ് എന്നുള്ള ആശയം മുന്നോട്ട് വന്നിട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള ഒരു നഗരമാണ് പെരുമ്പാവൂർ. അവിടെയാണ് പെരുമ്പാവൂർ ബൈപ്പാസിൻ്റെ പ്രസക്തി. ഇപ്പോൾ 4 കിലോമീറ്റർ വരുന്ന പെരുമ്പാവൂർ ബൈപ്പാസ്, അത് മരുതി ജംഗ്ഷൻ മുതൽ പാലക്കാട് താഴം വരെ അതിൻ്റെ ആദ്യ ഫേസിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 131 കോടി രൂപയാണ് ഈ ഇനത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത്. സെക്കൻഡ് ഫേസുമായി ബന്ധപ്പെട്ട് ഏകദേശം അത്രയും അതിൽ കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരും. അത് കിഫ്ബിയുടെ പരിഗണനയിലാണ്. അതുമാത്രമല്ല, ഒട്ടേറെ കാര്യങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡുകളുടെ നിർമ്മാണവും ഏറെ ശ്രദ്ധേയമാണ്. 23 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച മണ്ണൂർ പോനോശ്ശേരി റോഡും ഉടൻ നിർമ്മാണം ആരംഭിക്കുന്ന കീഴില്ലം പാണേലിപ്പോര് റോഡും ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്.
വിദ്യാലയങ്ങൾ, അതോടൊപ്പം തന്നെ റോഡുകൾ, അതോടൊപ്പം തന്നെ ബൈപ്പാസുകൾ, അങ്ങനെ നിരവധി മേഖലകളിൽ കിഫ്ബിയുടെ പണം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ഉദാഹരണമാണ്. പെരുമ്പാവൂരിൽ തന്നെ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് ഏകദേശം 11 കിലോമീറ്റർ വരുന്ന റോഡ് നിർമ്മിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അത് 23 കോടി രൂപ മുടക്കിയിട്ടാണ് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികൾ, കീഴിലും പാണേലിപ്പോൾ ഒരു റോഡ്, അത് കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഏകദേശം 24 കോടി രൂപയോളം മുടക്കിയിട്ടാണ് ആ റോഡ് നിർമ്മിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റമാണ് പെരുമ്പാവൂർ നടത്തിയത്. 40 കോടി രൂപ ചെലവഴിച്ച് കുവപ്പടി ഗവൺമെന്റ് പോളിടെക്നിക്കിനെ കേരളത്തിലെ ഏറ്റവും വലിയ പോളിടെക്നിക്കായി ഉയർത്തിയത് എടുത്തു പറയേണ്ട നേട്ടമാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പോളിടെക്നിക്കായി കൂവപ്പടി ഗവൺമെൻറ് പോളിടെക്നിക് മാറിയിരിക്കുകയാണ്. അവിടെ ഏകദേശം 40 കോടി രൂപയോളമാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ മുടക്കിയത്. പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ 5 കോടി രൂപ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു വിദ്യാലയം, 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. അത് 5 കോടി മുടക്കി അന്താരാഷ്ട്ര ലെവലിൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും ക്ലാസ് റൂമുകൾ തയ്യാറാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ITI പെരുമ്പാവൂർ, അത് നെടുങ്കപ്രയാണ്. അവിടെ 5 കോടി മുടക്കി നെടുങ്കപ്ര ITIക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു. 3-4 സ്കൂളുകൾ അത് 1 കോടി രൂപ മുടക്കി നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പല കാര്യങ്ങളും കിഫ്ബിയിലൂടെ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടെങ്കിലും ഒരു പരിധിവരെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പെരുമ്പാവൂരിലെ പല കാര്യങ്ങളിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇനിയും നൂതനമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ഉൾപ്പെടെ സമസ്ത രംഗങ്ങളിലും വികസന കുതിപ്പ് നടത്തുകയാണ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം. നാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിലൂടെ പെരുമ്പാവൂരിന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ജനസ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വികസന സങ്കല്പങ്ങൾക്ക് പുത്തൻ മാതൃകയാണ് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം. 2008 മണ്ഡലം പുനർനിർണയത്തിന് ശേഷം കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം പട്ടികജാതി സംവരണ മണ്ഡലമാണ്. വ്യാവസായിക സൗഹൃദത്തിനും പേരുകേട്ട മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ കാണാം നവകേരളം നവമുന്നേറ്റത്തിലൂടെ. കുന്നത്തുനാട് താലൂക്കിൽ ഉൾപ്പെടുന്ന ഐക്യരനാട്, കിഴക്കമ്പലം, കുന്നത്തുനാട്, മഴുവന്നൂർ, പിതൃക്ക, തിരുവാണിയൂർ, വടവൂകോട്, പുത്തൻകുരിശ്, വാഴക്കുളം എന്നീ പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലം. 1965 രൂപീകൃതമായ മണ്ഡലത്തെ PV ശ്രീനിജനാണ് നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. വികസന നേട്ടങ്ങളുടെ പുതിയ ഏടിനാണ് കുന്നത്തുനാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് PV ശ്രീനിജൻ MLA അവകാശവാദം. കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നത്. അതിന് കാരണമായതാകട്ടെ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഇന്ന് കേരളത്തിലെ റോഡുകളും പാലങ്ങളും സ്കൂളുകളും എല്ലാം ഇത്ര മികച്ചതാകാൻ കാരണം കിഫ്ബിയുടെ പ്രവർത്തനങ്ങളാണ്. ഗതാഗതം, വിദ്യാഭ്യാസം തുടങ്ങി സമഗ്ര വികസനം ലക്ഷ്യമിടുമ്പോഴും നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതികൾക്കും കുന്നത്തുനാട് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ ദീർഘവീക്ഷണമുള്ള വികസന സ്വപ്നങ്ങളാണ് കുന്നത്തുനാടിനെ വ്യത്യസ്തമാക്കുന്നതും.
എൻ്റെ മണ്ഡലമായ കുന്നത്തുനാട്ടിൽ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, നെല്ലാട് കിഴക്കമ്പലം റോഡ്, കടയിരിപ്പ് ഗവൺമെൻറ് ഹൈസ്കൂൾ, വാഴക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ, അങ്ങനെ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് കിബി വഴി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ₹1600 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന ആലുവ-മൂന്നാർ റോഡാണ് വികസന പാതയിലെ മുഖ്യ ആകർഷണം. റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ₹652 കോടി ഇതിനായി വിനിയോഗിക്കുക. കിബി വഴി നടപ്പിലാക്കിയ ആലുവ-മൂന്നാർ റോഡ് എടുത്തു പറയേണ്ടതാണ്. കാരണം ഏകദേശം 1600 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആലുവ-മൂന്നാർ റോഡിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഏകദേശം 652 കോടി രൂപ ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി മാത്രം അതിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. കിൻഫ്രയ്ക്കുള്ളിലെ പെട്രോൾ കെമിക്കൽ പാർക്കിനായി 1500 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. 950 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ നിരവധി പേർക്കാവും തൊഴിലവസരങ്ങൾ ലഭിക്കുക. കിൻഫ്രയുടെ അകത്തുള്ള പെട്രോ കെമിക്കൽസ് പാർക്ക് 1500 കോടിയോളം രൂപ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. 950 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടേറെ ഇടപെടലുകളാണ് MLA നടപ്പാക്കിയിട്ടുള്ളത്. ആശുപത്രികളുടെ നവീകരണം, സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം വിവിധ സർക്കാർ ഫണ്ടുകളിലൂടെ മണ്ഡലത്തിൽ കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ മാത്രം നടക്കുന്നത്. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന നിലവാരം, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുമെല്ലാം ഈ കിബി പദ്ധതി വഴി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പദ്ധതിയും സൂക്ഷ്മമായിട്ടാണ് കിബി നടപ്പിലാക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുവാൻ കിബി എപ്പോഴും തയ്യാറാകുന്നുണ്ട്. ഈ പദ്ധതികൾ വഴി
സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കിബിക്ക് സംസ്ഥാന സർക്കാരിനും എൻ്റെ പ്രത്യേകം നന്ദി കുന്നത്തുനാട് ജനതയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ കുന്നത്തുനാട് വികസന കാര്യങ്ങളിൽ നവമുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്നാണ് വ്യക്തമാകുന്നത്.